ബ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇപ്പം മഴ കഴിഞ്ഞൊരു കാലാവസ്ഥയാണ് ഗായ്സ് ഇപ്പോൾ ഉള്ളത്. ഗായ്സ്, ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ മഹാഗണിൻ്റെ കായ്കളാണ് കേട്ടോ. എന്തോ എടാ അവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞത് ഗായ്സ്. ഇപ്പം നമ്മൾ നമ്മുടെ വയലിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുല്ലരിയാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പം നമ്മളിപ്പം വിജനമായ ഒരു സ്ഥലത്ത് കൂടി നടന്നു വരികയാണ്. അപ്പോൾ ഇവിടുത്തെ പുല്ലൊക്കെ കളഞ്ഞതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ മഴ കഴിഞ്ഞൊരു കാലാവസ്ഥ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വേനൽ മഴയായിരുന്നു ഇത്. അപ്പോൾ നമ്മളിതേ വയലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് മുമ്പൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു വയലിലേക്ക് വന്നത്. മുമ്പെന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പേ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം വന്ന ടൈമിൽ നമ്മൾ പായലൊക്കെ എടുത്ത് നമ്മുടെ ഈ പാത്തിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായലുകളെല്ലാം പാത്തിയിൽ ഇത് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഗായ്സ്, നമ്മുടെ പായലുകളാണ് ഈ കിടക്കുന്നത്. എല്ലാം നല്ല തഴച്ച് വളർന്നിട്ടുണ്ട്. മുട്ടയാമ്പലൊക്കെ ഇത് വളർന്നിട്ടുണ്ട് കേട്ടോ. ആവാറ്റ് ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവരിത് അങ്ങ് നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവരുടെ അടുത്തേക്ക് നടന്നു പോകാം കേട്ടോ ഗായ്സ്. അപ്പോൾ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങി നല്ല ഭംഗിയുണ്ട് നമ്മുടെ വയലൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് നടന്നു നീങ്ങാം. അതേ നമ്മൾ മറിഞ്ഞു കെട്ടിയത് ആ കുണ്ടിൽ പോയി കിടക്കും. നമുക്ക് നടക്കാം കേട്ടോ. വാവ് ഗായ്സ്, വയലിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ വയലിൻ്റെ നമ്മുടെ നേച്ചറിൻ്റെ അടിപൊളിയായിട്ടുള്ള ശുദ്ധമായ നല്ല എയർ ഞാനിപ്പം ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കോടമഞ്ഞൊക്കെ അങ്ങോട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നാ അപ്പം അങ്ങനെ നിന്ന് അലമുറ ഇടുന്നുണ്ട്. അപ്പം അങ്ങോട്ട് നടക്കാം കേട്ടോ. എന്താ ഞാനാരാ? നീയോ? ഞാനാരാ? നീയോ? നീ A few moments later. അതാ ചെരുപ്പ്. നമ്മുടെ അന്ന് നമ്മൾ വന്നപ്പോൾ അങ്ങനത്തെ ചെരുപ്പ് പൊട്ടിയതാണ് ഗായ്സ്. ആ ചെരുപ്പ് എപ്പോഴും നൊസ്റ്റാൾജി ആയിട്ടത് അവിടെ കിടപ്പുണ്ട്. അതാണ് വലിയൊരു കാര്യം. നമ്മളെ മയിൽപ്പീലിയോ? മയിൽപ്പീലിയാണെന്ന് തോന്നുന്നു. പക്ഷെ അത് മഴയത്ത് നനഞ്ഞു പോയി ഗൈസ്. അപ്പം നമ്മളിതേ നമ്മുടെ വയലിലേക്ക് അങ്ങനെ നടക്കുകയാണ്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് പറമ്പിലേക്കൊക്കെ ഇറങ്ങിയാൽ മനസ്സിലാവും. നല്ലൊരു ശാന്തമായൊരു അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പ്രതിനിധി സ്ഥലമാണ്. അപ്പോൾ ആ പക്ഷികൾ താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ പക്ഷികൾ ഒരുപാട് പക്ഷികൾ താന്ന് പറഞ്ഞു. മഴപ്പക്ഷി. നമ്മുടെ മാവൊക്കെ പൂത്ത് കഴിഞ്ഞത് കുഞ്ഞു മാങ്ങ, കണ്ണി മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. ആര്? ഓ വാവ്, നല്ല അടിപൊളി പാവാറ്റയുടെ ചാണകം. ആരാ ചട്ടിക്കൊണ്ടിട്ടുണ്ട്? ചുക്ലി ചുക്ലി ഡബിൾ ചുക്ലി ഡബിൾ ചുക്ലി ഡബിൾ ചുക്ലി ഡബിൾ ചുക്ലി കേട്ടോ. ആക്ച്വലി ചുക്ലിന്റെ അർത്ഥം ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചുക്ലി പിടിക്കും. എന്നിട്ട് നമ്മൾ എന്താ പറയാ, ചുക്ലി പിടിക്കാത്തവരെ തൊടുമ്പോൾ അവർ ചുക്ലിയാവും. അതായത് അവരങ്ങനെ എന്തോ ആയി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഇപ്പൊ കണ്ടപ്പോൾ ഡബിൾ ചുക്ലിയാണ്. ഡബിൾ ചുക്ലി മീൻസ് രണ്ട് കയ്യിൽ ചുക്ലി. എന്റെ കാല് അകം പൊട്ടി തോന്നുന്നു എന്റെ. വാവ്, അവിടെ ഫുൾ തത്തമ്മയല്ലേടാ ഗായ്സ്. ഇപ്പം നാടത്തത്തകളാണ് വന്നിരിക്കുന്നതാണ് മമ്മ പറഞ്ഞത്. അപ്പോൾ എല്ലാം അതേ ആ മുളയുടെ മണ്ടയിലുണ്ട് കേട്ടോ. മണ്ടയിൽ ട്യൂസ്ഡേയിലുണ്ട്. അപ്പോൾ ഇവരിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വയൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗായ്സ് കാണാൻ. പണ്ടൊക്കെ ഇവിടെ വാഴത്തോട്ടം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോൾ വാഴത്തോട്ടം പന്നിയൊക്കെ കളയുന്നുണ്ട്. ഇപ്പോൾ വാഴത്തോട്ടമൊന്നും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് നടന്ന് അങ്ങോട്ടേക്ക് പോവാം. അപ്പം എന്താ മില്ലുണ്ട് അവിടെ കാണുന്നുണ്ട്. പിന്നെ മില്ലിപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് കുണ്ടച്ചേട്ടൻ. അപ്പം പിന്നെ അങ്ങനെ ഇതൊരു പേരമരം നിൽപ്പുണ്ട്. നീ പൊട്ടന്മാര് വായും പൊളിച്ചത് ഇവിടെ നിൽപ്പുണ്ട്. എന്താ ഷെല്ലി അമ്മയുണ്ട്. ഷെല്ലിയാണ്. എന്റെ പേര് ദാമുവാണ്. അയ്യോ മമ്മേനെ കടിക്കാൻ രക്ഷില്ല. അപ്പൊ എന്നെ കടിക്കുവോ? കവള് കടിക്കാൻ കിട്ടുന്നില്ല. കവളിൽ ഇറച്ചിയില്ലാത്തോണ്ട്
മോസ്റ്റാ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ എടുക്ക്. ഞാൻ എടുക്കണോ? ഞാൻ എടുത്ത് കറക്കാം. അങ്ങനെ മമ്മ ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നു. അയ്യോ എന്റെ മെത്തങ്ങളുണ്ടോ? ഒരു കാര്യമുള്ളൂ, തല കാണിക്കല്ലേ, തലയല്ലേ കാണുന്നത്. നമ്മുടെ വീഡിയോ കണ്ടു ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണിൽ നമ്മുടെ മുടി ചപ്രിയാവും, എണ്ണ വെച്ച് ഒട്ടിയിരിക്കും പക്ഷെ പോലെ ഉണ്ടാവും കാണാൻ. ഗായ്സ് അങ്ങനെ തലയിൽ തോർത്ത് കെട്ടി പങ്കൻ മാഷയായിരിക്കുകയാണ്. അതാ വീണ്ടും തല നിറച്ചുറുമ്പ്. എടാ അഴിക്കണത്. എടാ എന്റെ തലയെ ഉറുമ്പും കൂടാ. കളിമൺ ഫാക്ടറി അമ്മേ, കളിമണ്ണാണ് അമ്മേ, കളിമൺ ഫാക്ടറി. എടാ തലയിൽ ഉറുമ്പുണ്ട്, നീ കൊച്ചെന്താ കാണിക്കുന്നേ? മമ്മ തലയിൽ പുറ്റുള്ള പോലെ ഉണ്ട്. അതെന്താ അറിയോ? അത് തലക്കെട്ടേ നല്ല കടി കിട്ടാത്തത് തന്നെ ഉറുമ്പിന്റെ. ഇപ്പൊ ബാക്കിൽ ഈ വെള്ള പോലെ കാണുന്ന ഫുള്ള് നമ്മുടെ കൂടെ. വലിയ ധൈര്യം പറഞ്ഞല്ലേ? അല്ല, ഓ മൈ ഗോഡ്, മതി മതി, വേണ്ട വേണ്ട. ചാണകത്തിന് അങ്ങനെ ഞാനെടുത്ത് പൈങ്കിളിയുടെ നിലത്ത് വീഴ്ത്തിയിരിക്കുകയാണ്. അങ്ങനെ പങ്കൻ കഷ്ടപ്പെട്ട് എഴുന്നേൽക്കുകയാണെടാ. അതാ ശക്തിമാൻ പങ്കൻ എഴുന്നേറ്റിരിക്കുകയാണ്. അതാ 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 അതാ. ഇല്ലില്ല, ചാണാനോ? മമ്മ പ്ലസ് ചാണകം. ചിലമ്പുമായി വിരുന്നെത്തി എൻ്റെ നെഞ്ചിൽ മണിത്താഴി തഴുവിൻ്റെ അഴിനിക്ക് കിടക്കയായി ഞാൻ നിന്റെ രാമച്ച കിടക്കയായി ഞാൻ. ഒരു കിളി പാട്ട് മൂളവേ മറുകിളിയേറ്റ് പാടുമോ, മധുവസന്ത മഴ നനഞ്ഞു വരുമോ, ഒരു സ്വരത്താളം പോലെ ജപലയ മന്ത്രം പോലെ അരികെ വരാൻ പറന്നു 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 ഞാൻ പൊട്ടനാ, ഞാൻ മണ്ടനാ, മൂന്ന് കോടി കോടിയാണ് അമ്മ. അയ്യോ ഞാൻ മണ്ടൻ വീട്ടി മണ്ടി. ഗായ്സ് അങ്ങനെ വയൽ
വയലിൽ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തപ്പോഴേക്ക് ഇപ്പോൾ ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു വൈബൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ നല്ല ഇരുട്ടാവുന്നുണ്ട്.